നീ പുറത്തേക്ക് വരുന്നോ അതോ ഞാൻ ഈ ലഡു മുഴുവൻ കഴിക്കട്ടെ? പറയ. എന്നാ ശരി, വരണ്ട. ഞാൻ ഈ ലഡു മുഴുവനും കഴിക്കാൻ പോവാ. ശരി, വരണ്ട. പ്രീതു പ്ലീസ് പുറത്തേക്കൊന്ന് വാ. ഈ ലഡു കുറഞ്ഞു പോയോ? വളരെ കുറച്ചല്ലേ ഉള്ളൂ. ഞാൻ വേറെയും കൊണ്ടുവരുന്നുണ്ട്. നിക്ക്, ഞാൻ എടുത്തിട്ട് വരാം. എന്തോ സംഭവിക്കുന്നുണ്ട്. സമയം നിൽക്കുന്നത് പോലെ. പ്രീതു, നീ വരാൻ പോവാണ്. എനിക്ക് ഫ്രീസ് ആകാൻ പറ്റില്ല. ഞാൻ ഫ്രീസ് ആകുന്നതിന് മുമ്പ് നിന്റെ അടുത്തെത്തണം. എന്റെ ദൈവമേ, ഇതെന്താ സംഭവിക്കുന്നത്? കുസൃതി പെണ്ണ, ഇങ്ങനെ എന്നെ ഉപേക്ഷിച്ച് പോവാണോ വേണ്ടത്? പ്രീത പ്ലീസ്, ഇനി എന്നെ ഉപേക്ഷിച്ച് പോവരുത്.
ഐ ലവ് യു പ്രീതു. വായടി വായടി, ഐ ലവ് യു ടു വായടി. പിന്നെ ഐ എം സോറി. ഞാൻ ഒരുപാട് പേടിച്ചു പോയി. പക്ഷെ ഞാൻ പോയത് വളരെ നന്നായി. നോക്ക്, കൃഷ്ണൻ എനിക്കൊരു പുതിയ ഡ്രസ് തന്നു. വായടി, ഞാൻ ആ വൈറ്റ് ഡ്രസ് ഇട്ടിട്ട് ബോറടിച്ചിരുന്നു പോയി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരുപാട് ക്യൂട്ടായിട്ടുണ്ട് പ്രീതു, ഒരുപാട് ക്യൂട്ട്. ഒരമ്മ പ്രീതുവിന് ജന്മം നൽകി, ജീവൻ നൽകി. പക്ഷെ മറ്റൊരുവൾ ജീവിതത്തിന് ശേഷം അവളെ വളർത്തുന്നു, സംരക്ഷിക്കുന്നു. ഇവർ രണ്ടുപേരുടെയും പ്രാർത്ഥന കാരണം പ്രീതു തിരികെ വന്നു. നിന്റെ കഥയും ഇപ്പോ എന്റേതുപോലെ ആയിരിക്കുന്നു പ്രീതു. എനിക്കും രണ്ടമ്മയുണ്ടായിരുന്നു, ഒരു ദേവകി അമ്മയും ഒരു യശോദാമ്മയും. നിനക്ക് ഇവിടെ നന്ദിത, അവിടെ സൂചി. ഇന്ന് വീട്ടിൽ മധുരം വിളമ്പേണ്ടതാണ്. ഞാൻ നേരിട്ട് വന്നത് കഴിച്ചിരിക്കും. ഹലോ നന്ദിത മാം. സുജി, നീ ആ ഓർഫനേജിൽ ഗിഫ്റ്റ് എല്ലാം കൊടുത്തായിരുന്നോ? ഓ, ഐ എം റിയലി സോറി. ആക്ച്വലി വളരെ അർജന്റ് ആയിട്ടുള്ള കുറച്ച് ജോലി ഉണ്ടായിരുന്നു. മാഡത്തിനോട് സംസാരിച്ചതിന് ശേഷം എനിക്ക് വളരെ നല്ല അനുഭവം ഉണ്ടായത്. അതെന്തായാലും നന്നായി. അതുപോലെ നിനക്കറിയോ, എന്താന്നറിയില്ല, ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. കുറെ നാളുകൾക്ക് ശേഷം ഇന്ന് എനിക്ക് സമാധാനം തോന്നുന്നു. പിന്നെ സുജി, ഒരു കാര്യം ചെയ്, നീ ഇന്ന് എന്നെ കാണാൻ ഇവിടേക്ക് വാ. പിന്നെ ആ ജംഗ്ഷനിലെ ഫുട്പാത്തിൽ കുറച്ച് പാവപ്പെട്ട കുട്ടികൾ കഴിയുന്നുണ്ട്. ഞാൻ ആ കുട്ടികൾക്ക് വേണ്ടി വസ്ത്രങ്ങളും കമ്പിളിയും ഒക്കെ വാങ്ങിയിരുന്നു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഇവിടേക്ക് വന്ന് ഓർഫനേജിലെ കുട്ടികളോടൊപ്പം തന്നെ നമുക്ക് ആ പാവപ്പെട്ട കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുക്കാം. തീർച്ചയായും ഞാനിപ്പോ തന്നെ വരാം. നമ്മൾ ഇത്രമാത്രം സന്തോഷിക്കുന്ന ഈ സമയത്ത് എന്തുകൊണ്ട് നമ്മുടെ സന്തോഷം നമുക്ക് ചുറ്റുമുള്ള കുട്ടികൾക്കും നൽകിക്കൂടാ? തീർച്ചയായും. കുഞ്ഞുങ്ങളുടെ സന്തോഷം കൊണ്ടുള്ള പുഞ്ചിരി, അതിനേക്കാൾ മനോഹരമായ മറ്റൊന്നും ഈ ലോകത്തില്ല. ഓക്കെ മാം, ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പൊ ഈ കുട്ടിഭൂതം വീണ്ടും ഇതെങ്ങോട്ടാ പോയത്? പ്രീതു. ഹായ് മസ്ല, എത്ര നാള് കഴിഞ്ഞ കാണുന്നേ? നിനക്ക് എങ്ങനെയുണ്ട് മസ്ല? അല്ല, നീ എന്താ ഇങ്ങനെ ഷർട്ട് ഇടാതിരിക്കുന്നത്? ഷേം ഷേം പപ്പി, ഷേം ഷേം ഷേം. എന്റെ കാറ്. എന്റെ കാർ എനിക്ക് തിരിച്ചു കിട്ടി. ആ, ഞാനാ ഈ കാർ ഒളിപ്പിച്ചു വെച്ചത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. പക്ഷെ ആരും എന്നെ വഴക്ക് പറഞ്ഞില്ല, അതുകൊണ്ടാ ഞാൻ ഒളിച്ചിരുന്നേ. ഞാൻ നിന്നോട് സോറി പറയുവാ. സോറി സോറി. വാട്ട് ദ ഹെൽ? ഇതാരാ എഴുതി വെച്ചേ? ഈ വഴക്കും പിണക്കൊക്കെ ഒന്ന് ക്ഷമിച്ചേക്ക്. എപ്പോഴും ദൈവത്തെ ഓർമ്മയുണ്ടായിരിക്കണം. എത്ര ദിവസമായി ഞാൻ നിന്നെ ശല്യം ചെയ്തിട്ട്? അതുകൊണ്ട് ഞാൻ ഇന്ന് നിന്നെ ഒരുപാട് ശല്യം ചെയ്യാൻ പോവാ. സുചി, അല്ല, ഞാൻ നിങ്ങളുടെ കാറ് തിരിച്ചു കൊണ്ടുവരിക മാത്രം ചെയ്തത്. അതിനിങ്ങനെ കാലി വീണ് താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ നിങ്ങൾ ഇത്രയും താങ്ക്ഫുൾ ആയത് കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു. എൻജോയ്.
ഒരിക്കലും മാറാൻ പോകുന്നില്ല സുജി. ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം. വായടി, നോക്ക്, ദായിന്റെ അമ്മ നടക്കാൻ തുടങ്ങിയിരിക്കുക. ഇനി എന്റെ അമ്മയ്ക്ക് വേഗം സുഖമാവും. അമ്മയ്ക്ക് അറിയാവോ ഞാനമ്മയെ എത്രമാത്രം മിസ് ചെയ്തു എന്ന്? ഐ ലവ് യു അമ്മ, ഐ ലവ് യു. പ്രീതു, ഞാനുണ്ടല്ലോ ഒരു അർജന്റായ കാര്യത്തിന് പോവാണ്. നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവരുത്. പ്രോമിസ് ചെയ്യ, നീ എങ്ങോട്ടും പോവില്ലാന്ന്. പ്രോമിസ് ചെയ്യാവായടി. എന്തു പാടായിരുന്നു പുറത്തു വരാൻ. ഇനി ഞാൻ എങ്ങോട്ടും പോവില്ല. ഇവിടെ തന്നെ നിൽക്കും. ഇവിടെ നിന്ന് അമ്മ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. എവിടെയും പോവില്ല. നന്ദിത മാം പറഞ്ഞത് ഇവിടെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും എന്നാണല്ലോ. ഇവിടെ ആകെ ഒരു കുട്ടിയല്ലേ ഉള്ളൂ. അതെ, ഇവിടെ വേറെ കുട്ടികളൊന്നുമില്ലേ? ഞാൻ വസ്ത്രവും കമ്പിളിയൊക്കെ കൊണ്ടുവന്നതാണ്. ഞങ്ങൾക്കിപ്പോ ഒന്നും വേണ്ട. ഇന്ന് ഞങ്ങൾക്കെല്ലാം ഒരാൾ തന്നു. ഡ്രസ്സ് കിട്ടി, ചെരുപ്പ് തന്നു, കമ്പിളിയുണ്ട്, എഴുതാൻ പുസ്തകം, പേനയുണ്ട്. ചേച്ചി ഇവിടുന്ന് പൊക്കോളൂ. ആരാ തന്നത്? ഹലോ, ഹായ്. എല്ലാരും ഒന്ന് ചിരിച്ചേ. കുറച്ചുകൂടെ ചിരിക്കുക. ആരവ് സർ? എന്റെ പൊന്നു സുജി, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്. ഇവിടെയും ഡിറ്റക്റ്റീവ് പണിക്ക് വന്നതാണോ നീ? ഞാൻ ഇവിടെ കമ്പിളിയും സാധനങ്ങളും കൊടുക്കാൻ വന്നതാ. നിങ്ങൾ എന്തിനാ കൊടുത്തത്? നിനക്കങ്ങനെ ദാനധർമ്മം ചെയ്യണമെങ്കിലേ മറ്റെവിടെയെങ്കിലും പോയി ചെയ്യ. ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഞാൻ മനസ്സുകൊണ്ട് ദാനം ചെയ്യാൻ വന്നതാ, അല്ലാതെ നിങ്ങളെ പോലെ സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാനല്ല. എക്സ്ക്യൂസ് മീ സുജി, നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് മര്യാദയ്ക്ക് നിർത്തിക്കോ. നീ എന്റെ കാറിനോട് ചെയ്തത് അതുണ്ടല്ലോ. കാറ് കാറ് കാറ്, ഇപ്പോഴെങ്കിലും ഈ കാറെന്ന നിലവിളി നിർത്താമോ? ഞാൻ നിലവിളിക്കാണോ? ഞാൻ നിലവിളിക്കാണോ? ഞാൻ നിലവിളിക്കാണോന്ന്? ഞാൻ നിലവിളിക്കാണോന്ന് 4 പ്രാവശ്യം പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളോ?
സുജി, എനിക്ക് നിന്നോടൊരു റിക്വസ്റ്റും കൂടിയുണ്ട്. എന്താ പറയും മാം. ഇപ്പൊ എനിക്ക് സുഖമായി തുടങ്ങി. പിന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജും ആവും. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ആ വീട്ടിൽ കഴിയാൻ ആഗ്രഹിക്കുന്നു. നോക്ക്, പറ്റില്ലെന്ന് പറയരുത് പ്ലീസ്. ഞാൻ നിനക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. എനിക്ക് ആ വീട്ടിൽ ഏതെങ്കിലും ചെറിയ മുറി തന്നാലും മതി, ഞാൻ അവിടെ കഴിഞ്ഞോളാം. പക്ഷേ പ്ലീസ് പറ്റില്ല എന്ന് പറയരുത്. ആ വീട്ടിൽ എനിക്ക് എന്റെ പ്രീതുവിനെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. ഞാൻ അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു. സോറി നന്ദിത, നമുക്കിനി അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. അതെന്താ പോകാൻ പറ്റാത്തെ? ആ വീട് നമ്മുടേത് തന്നെയല്ലേ? ഇപ്പോൾ ആ വീട് നമ്മുടേതല്ല. ഞാൻ ആ വീട് ആരവ് നായർക്ക് വിറ്റു കഴിഞ്ഞു. വിറ്റ് കളഞ്ഞോ? നിങ്ങൾ ആ വീട് വിറ്റ് കളഞ്ഞൂന്ന്? ആ ലോകത്തെ, അവള് ജീവിച്ചിരുന്ന ലോകത്തെ വിറ്റ് കളഞ്ഞു അല്ലേ? നിങ്ങൾ എന്ത് വിചാരിച്ചാ അത് ചെയ്തത്? അങ്ങനെ ചെയ്യും മുമ്പ് ഒരു തവണ എന്നോട് ചോദിച്ചത് പോലും ഇല്ലല്ലോ. എന്തിനെങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന? ഉത്തരം പറയ. ഞാൻ നിസ്സഹായനായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ദയവായി വഴക്കിടരുത്. ഞാൻ എങ്ങനെ വഴക്കുണ്ടാക്കാതിരിക്കും? നീ കേട്ടതല്ലേ ഇയാള് പറഞ്ഞതല്ല? ഇയാള് ചെയ്തത് കണ്ടില്ലേ? ഇത് വലിയ അഭിമാനമാണെന്ന് കരുതുന്നുണ്ടോ സുധേ? എന്റെ നിസ്സഹായാവസ്ഥ കൊണ്ടാ നന്ദിത. നിസ്സഹായത. എപ്പോഴും നിങ്ങൾ നിസ്സഹായം തന്നെയാണ്. തളർന്നു പോയി ഞാൻ നിങ്ങളും നിങ്ങളുടെ നിസ്സഹായാവസ്ഥയും കാരണം തളർന്നു പോയിരിക്കുന്നു. എന്ത് മനുഷ്യനാ നിങ്ങള്? നിങ്ങൾ കാരണം എന്റെ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഇന്ന് നിങ്ങൾ അവളെ ഓർമ്മിപ്പിക്കുന്ന അവസാനത്തെ അടയാളം നമ്മുടെ ആ വീട്, അത് അവളുടെ കൊലപാതകിയുടെ വീട്ടുകാർക്ക് വിറ്റു. ഇത് ചെയ്യും മുമ്പ് ഒരു നിമിഷം ആലോചിച്ചുണ്ടായിരുന്നു. ഇപ്പൊ ആ ജീവൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം നന്ദിത, ഞാനും പ്രീതുവിനെ അത്ര തന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ സ്നേഹിക്കും പോലെ ചിലപ്പോൾ അതിലും അധികം. ഒരച്ഛനും മകളും തമ്മിലുള്ള ബന്ധം ഒരമ്മയുടെയും മകളുടെയും ബന്ധത്തേക്കാൾ കുറഞ്ഞതല്ല. ചിലപ്പോഴൊക്കെ അതിലും മുകളിലാണ്. പക്ഷെ നീ അത് മനസ്സിലാക്കുന്നില്ല. നന്ദിത മാം പ്ലീസ് ഒന്ന് സമാധാനിക്ക്. മാഡത്തിന് ഇപ്പോ സുഖമില്ലാത്തത്. ആൻഡ് സുധേ സർ നിങ്ങളും പ്ലീസ്. കുറച്ചു കഴിഞ്ഞ ഞാനും നിങ്ങളുമായുള്ള ഡിവോഴ്സ് നടക്കും. കോർട്ട് നമുക്ക് 6 മാസം സമയം തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളുടെ കൂടെ 6 മാസം പോയിട്ട് 6 മിനിറ്റ് പോലും കഴിയാനാവില്ല. നിനക്ക് എന്തു വേണമെങ്കിലും തീരുമാനിക്കാം. ഞാനില്ലാതാകുന്ന സമയം അപ്പോഴേ നീ എന്നെ ഓർമ്മിക്കുകയുള്ളൂ. ഓർമ്മിക്കാൻ മാത്രം നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല സുധേ. ഞാൻ നിങ്ങളിൽ നിന്നും ഡിവോഴ്സ് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. മതി, പൊയ്ക്കോ ഇവിടുന്ന്.